ചോറിന്റെ നേരാവുമ്പോ അങ്ങനെ വിളിക്കും. അല്ലാണ്ട് ബാലനെ എങ്ങനെ വിളിക്കാം? അല്ല, ഈ കൂടുതൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കും ഞാനെന്താ സംസാരിക്കാത്ത ആളാണെന്ന് വിചാരിക്കും. ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ ഇങ്ങനെ വിളിക്കും. ആവശ്യം കഴിഞ്ഞാല് ഇപ്പോൾ തീരുമാനിക്കുക. ഒന്നുകിൽ എല്ലാം ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോവുക, അല്ലെങ്കിൽ സകല ദൈവങ്ങളെയും ധ്യാനിച്ച് അവളെ നേരിടുക. സമയം പരിമിതമാണ്. തീരുമാനിക്കുക. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന്. കൊച്ചമ്മയുടെ ഭർത്താവ് കൊച്ചച്ഛൻ കൊച്ചമ്മനെ എങ്ങനെ വിളിക്കുക? എന്തും പറഞ്ഞിട്ടാ വിളിക്കുക? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്ത് പറഞ്ഞിട്ടാ വിളിക്കുക? ആര്? ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെ ചേച്ചിനെ വിളിക്കുക? എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ, നിങ്ങളെ കെട്ടല്ലേ കെട്ടല്ലേ കെട്ടല്ലേ. സത്യമായിട്ടും സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങനെ പറഞ്ഞു? പറഞ്ഞതാ. അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ കേൾക്കുമ്പോ ശ്രീകുട്ടി എന്നല്ലേ അടുത്തത്. ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിനെ എന്തെന്ന് പറഞ്ഞിട്ടാ വിളിക്ക? എന്താ വിളിക്ക? ഓപ്പയുടെ ഭാര്യനെ എങ്ങനെ വിളിക്ക? എന്തെന്ന് പറഞ്ഞിട്ടാ വിളിക്ക? പേരാ? എടീന്ന് വിളിക്കാറില്ല. നീ എന്നിട്ടാ നിന്റെ കെട്ടിയോടെ വിളിക്ക? പ്രിയതമേ. നിന്റെ ഭർത്താവ് നിന്നെ എന്തെന്ന് പറഞ്ഞിട്ടാ വിളിക്ക? ഇതാരും ഉണ്ണിയാർച്ച ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങലിന്റെ ആ സ്വരം ഞാൻ കേട്ടത്? എന്ത് പറ്റിയ ആർച്ചയെ ഊരിവാൾ ഇത്ര വട്ടം നുറയിലോട്ടിടാൻ? അച്ഛന്റെ കെട്ടിയോളെ എന്തെന്നാ വിളിക്ക? ഒന്നും വിളിക്കൂല. கல்யாணம் எதுக்கு பண்றதுனே இந்தியாவில இன்னும் சரியா தெரியாது. எனக்கும் வயசாயி போச்சுல்ல. உனக்கு வயசாயிடுச்சுன்றதுக்காக நான் கல்யாணம் பண்ணிக்கணும்ல? என் மூச்சு இருக்கிறப்ப இப்படி ஒவ்வொருத்தர் மூச்சுக்கும் கல்யாணம் பண்ணிக்கிட்டு இருந்தா என் மூச்சு என்ன ஆவறது? மோகன், நீ கல்யாணம் செய்துக்குத்தான் வேணும். சரி, செஞ்சுக்க போ. കാന്താരി മുളക് എടുക്കോ? ഇങ്ങോട്ടാ? കിലോക്ക് എന്തോലുണ്ട്? 120 രൂപ. എന്തായാലും തൂക്കിയെടുത്തിട്ടാ കാശ് തന്നെ. എന്താണ് എല്ലാരും ഇതിന്റെ മക്കിട്ട് കയറണം?